യുദ്ധത്തിലൊന്നും എവറിതിങ് ഈസ് ഫെയർ ഇൻ ലവ് ആൻഡ് വാർ എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ എല്ലാവരും ആരും സത്യം പറയുന്നത് നമുക്ക് വിശ്വസിക്കേണ്ട ആവശ്യമില്ല. ഇസ്രായേൽ തിരിച്ചടിക്കുന്നത് എത്രമാത്രം സീരിയസ് ആണ് എന്നുള്ളതനുസരിച്ചായിരിക്കും ഇറാൻ്റെ റിയാക്ഷൻ. അപ്പോൾ അമേരിക്കയുടെ പൊസിഷൻ വളരെ ക്ലിയറാണ്. അവർ കംപ്ലീറ്റായിട്ട് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുകയാണ്. ട്രംപാണ് പ്രസിഡൻ്റ് ആണെങ്കിൽ ഇത് ടോട്ടലി അൺപ്രഡിക്റ്റബിൾ. അപ്പോൾ യുദ്ധം വന്നാൽ എല്ലാവരെയും ബാധിക്കും, നമ്മളെയും ബാധിക്കും, ബാക്കിയുള്ളവരെയും. ഇറാനിൻ്റെ കാര്യത്തിൽ നമുക്ക് കുറച്ച് ഇൻഫ്ലുവൻസ് അവരിലുണ്ടായിരുന്നു. എക്സ്പേർട്സിൻ്റെ അസസ്മെൻറ്റ്സ് ഇതൊരു യുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന് തന്നെയാണ്, ഇപ്പോഴല്ലെങ്കിൽ അടുത്ത്. കാരണം നെതന്യാഹു ഒട്ടും ഇത് വിട്ടുകൊടുക്കുന്നില്ലല്ലോ. പക്ഷേ ഈ ലോകമഹായുദ്ധത്തിനും ആരും തയ്യാറാവുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. ന്യൂക്ലിയർ യൂസ് ഉണ്ടായാൽ മാത്രമേ അത് വരുള്ളൂ. നമസ്കാരം. ഇന്ന് മറുനാടനൊപ്പം ഉള്ളത് ഇന്ത്യയുടെ മുൻ അംബാസഡറും അതുകൂടാതെ നയതന്ത്ര വിദഗ്ധനുമായ TP ശ്രീനിവാസൻ സാറാണ്. സാർ നമസ്കാരം. ഇറാനും ഇസ്രയേലും കൂടുതൽ കടുത്ത യുദ്ധത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇരു രാജ്യങ്ങളും കൂടുതൽ കടുപ്പിച്ചാൽ ഇനിയുള്ള ഭാവിയിലുള്ള അവസ്ഥ എന്തായിരിക്കും ലോകത്ത്? അത് പ്രവചിക്കാൻ കഴിയാത്ത ഒരു സിറ്റുവേഷനാണിപ്പോൾ. കാരണം ഓരോ തവണയും ഇറാൻ ഇസ്രയേലിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ റിയാക്ഷൻ വളരെ കൂടുതലായിരിക്കുമെന്നായിരുന്നു നമ്മളെല്ലാം വിചാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ തവണത്തെ 180 മിസൈൽ അയച്ചതിന് ശേഷം അവർക്ക് വലിയ നഷ്ടമൊന്നും ഉണ്ടായില്ല എന്നുള്ള മട്ടിലാണ് ഇസ്രയേൽ സംസാരിക്കുന്നത്. നഷ്ടമില്ലാഞ്ഞിട്ടാണോ അതോ അവർ റിയാക്ട് ചെയ്യാൻ ഉദ്ദേശിക്കില്ലാത്തത് കൊണ്ട് അതിനെ ലൈറ്റായി കാണിക്കുന്നതാണോ എന്നറിയില്ല. കാരണം യുദ്ധത്തിലൊന്നും എവറിതിങ് ഈസ് ഫെയർ ഇൻ ലവ് ആൻഡ് വാർ എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ എല്ലാവരും ആരും സത്യം പറയുന്നത് നമുക്ക് വിശ്വസിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നല്ല ഇറാനാണ് ഇപ്പോൾ കൂടുതൽ കടുപ്പിച്ചിരിക്കുന്നത്. കാരണം ഖമനേയി ഹിംസെൽഫ് പറഞ്ഞ നമ്മൾ തിരിച്ചടിക്കും, ഇനി എന്തെങ്കിലും ഇങ്ങോട്ടുണ്ടായാൽ അതൊരു ഓൾ ഔട്ട് വാറായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് എന്താണ് സ്ഥിതി എന്ന് നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഇപ്പോൾ. പക്ഷേ എന്തായാലും ഒരു സീരീസും കൂടെ കഴിഞ്ഞാലേ ഇത് അവസാനിക്കുള്ളൂ. അതൊരു ഓൾ ഔട്ട് വാർ ആയിരിക്കുമോ അതോ ലിമിറ്റഡ് അറ്റാക്ക് ആയിരിക്കുമോ എന്നുള്ളതാണ്. ഇപ്പോൾ ഇസ്രായേൽ തിരിച്ചടിക്കുന്നത് എത്രമാത്രം സീരിയസ് ആണ് എന്നുള്ളതനുസരിച്ചായിരിക്കും ഇറാൻ്റെ റിയാക്ഷൻ. അപ്പോൾ അമേരിക്കയുടെ പൊസിഷൻ വളരെ ക്ലിയറാണ്. അവർ കംപ്ലീറ്റായിട്ട് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുകയാണ്. അതിൻ്റെ ഒരു സീസ് ഫയർ ഒന്നും അവരൊരു കണ്ടീഷനായിട്ട് വയ്ക്കുന്നില്ല. അതേസമയത്ത് ഇറാനും വളരെ ഗൗരവതരമായിട്ടാണ് ഇതെടുത്തിരിക്കുന്നതെന്ന് കാണാൻ കഴിയും. പക്ഷേ നമുക്ക് ആഗ്രഹിക്കാൻ കഴിയുന്നത് രണ്ടുപേരും കുറേ കൂടെ സംയമനത്തോടെ ഇതിനോട് സമീപിക്കും എന്നാണ്. കാരണം രണ്ട് രാജ്യങ്ങൾക്കും ഒരു ഗുണമുണ്ടാവില്ലല്ലോ യുദ്ധം കൊണ്ട്. വിശേഷിച്ച് ഇറാൻ വളരെ കഷ്ടത്തിലുള്ള സ്ഥിതിയാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അവരുടെ എക്കണോമി തകർന്നിരിക്കുകയാണ്. സാങ്ഷൻസ് വളരെയധികം അവരെ ബാധിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ അവരുടെ ന്യൂക്ലിയർ ഇൻസ്റ്റലേഷൻസ് തകർത്തേക്കുമെന്നൊരു വാർത്ത കൂടിയുണ്ട്. അപ്പോൾ അവരുടെ ന്യൂക്ലിയർ ഇൻസ്റ്റലേഷൻ ഇത് സോഫാർ പീസ്ഫുൾ എന്നാണ് ഇപ്പോൾ. പക്ഷേ അവർക്ക് കുറേ പ്ലൂട്ടോണിയം സ്റ്റോക്ക് ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. സർ, ഈ ഇറാൻ കടുത്ത യുദ്ധത്തിലേക്ക് പോയാൽ ഇന്ത്യയെ അത് ഏതെങ്കിലും രീതിയിൽ ബാധിക്കും? ഏത് രീതിയിലായിരിക്കാം? ഇന്ത്യയെ ബാധിക്കുന്ന ഒരു ഇഷ്യൂ അല്ല ഇപ്പോൾ. അപ്പോൾ യുദ്ധം വന്നാൽ എല്ലാവരെയും ബാധിക്കും, നമ്മളെയും ബാധിക്കും, ബാക്കിയുള്ളവരെയും. ഇറാനിൻ്റെ കാര്യത്തിൽ നമുക്ക് കുറച്ച് ഇൻഫ്ലുവൻസ് അവരിലുണ്ടായിരുന്നു കാലത്ത്. പക്ഷേ ഇപ്പോൾ അവർ കൂടുതലും ചൈനയോടാണ് കൂടുതൽ അടുപ്പം. താലിബാൻ്റെ കാര്യത്തിലൊക്കെ അവർ ചെയ്യുന്ന നടപടികളൊന്നും നമുക്കത്ര സഹായകരമല്ല. പക്ഷേ ഇറാൻ ഇന്ത്യ ബന്ധങ്ങളിൽ ഇതൊരു ഭാഗമാകണമെന്നില്ല. കാരണം അമേരിക്കയുമായിട്ട് വളരെ ശത്രുതയായിരുന്നപ്പോഴും ഒരു യുദ്ധത്തിൻ്റെ വക്കിലായിരുന്നപ്പോഴും നമ്മൾ ഇറാനുമായിട്ട് ഡീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അമേരിക്കക്കാർ ചിലപ്പോഴൊക്കെ നമ്മളോട് പറയുമായിരുന്നു ഇറാനോടൊന്ന് സംസാരിക്കണം എന്നൊക്കെ. പക്ഷേ ഇറാനോട് സംസാരിക്കണം നമ്മളോട് പറഞ്ഞിട്ട് അവർ പോയി അതിലും വലിയ ക്രൂരമായ കൃത്യങ്ങളൊക്കെ നടത്തും. അപ്പം അതുകൊണ്ട് ഇന്ത്യ അതിലോട്ട് ഇടപെടാറില്ല. അവർ പറയുന്നത് ഇറാനെ പറഞ്ഞ് മനസ്സിലാക്കണം ഇത് അപകടമാണ് എന്നുള്ള ആ ഒരു മിഷനാണ്. അല്ലാതെ എന്തെങ്കിലും ഒരു പീസ് മേക്കിംഗ് എന്നുള്ള മിഷനിലല്ല അവർ പറയുന്നത്. നിങ്ങൾക്ക് ഇറാനുമായിട്ട് ബന്ധമുണ്ടല്ലോ, അതുകൊണ്ട് പറഞ്ഞു നിർത്തിക്കൂടെ എന്നുള്ളൊരു മാതിരിയുള്ളൊരു ചർച്ചയാണ് സാധാരണ അമേരിക്കയായിട്ട് നമുക്ക് ഉണ്ടാകാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇറാൻ ഇന്ത്യ ആയിട്ടുള്ള ഓയിൽ പർച്ചേസും അതുപോലെയുള്ള നമ്മുടെ പോർട്ടിൻ്റെ വർക്കും അതിലൊന്നും ഇത് ബാധിക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷേ യുദ്ധം വന്നെല്ലാം നശിച്ചാൽ പിന്നെ ഒരു കൺസ്ട്രക്റ്റീവായിട്ടുള്ളതൊന്നും നടക്കില്ലല്ലോ. അത് വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഇസ്രായേൽ അത് റെസ്ട്രെയിൻഡായിട്ടാണ്
അതിനോട് ഇടപെട്ടിരിക്കുന്നത്. കാരണം അവർക്ക് നാശനഷ്ടമൊന്നും ഉണ്ടായില്ല എന്നാണ് അവർ പറയുന്നത്. അതിന് 2 ആസ്പെക്റ്റ് ഉണ്ട്. ഒന്ന്, അവരുടെ ഈ ഡോം വർക്ക് ചെയ്തു എന്നുള്ളതാണ്. കാരണം ഈ മിസൈൽസ് ഒന്നും അവരുടെ സിവിലിയൻ ആളുകളുടെ അടുത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസ്റ്റലേഷനോ ബാധിച്ചതായിട്ട് നമുക്ക് വാർത്തകളൊന്നുമില്ല. അവർ പറയുന്നത് 1-2 പേര് മരിച്ചു എന്ന് മാത്രം. 180 മിസൈൽ അയച്ചാൽ അതേ ആകുള്ളൂ. അപ്പോൾ ഒന്നുകിൽ അവരുടെ ഡിഫൻസ് നന്നായിട്ട് പ്രവർത്തിച്ചു, അതുകൊണ്ട് അവർക്ക് നഷ്ടം ഉണ്ടായില്ല. അല്ലെങ്കിൽ ഇത് കമ്പൽസറി ആയിട്ടും തിരിച്ചടിക്കണം എന്നുള്ള ഒരു ആവശ്യം വരാതിരിക്കാൻ വേണ്ടി അവരതിനെ സ്വന്തം ആളുകൾക്ക് വേണ്ടി ഒരു സോഫ്റ്റായിട്ടാണുള്ള എടുത്തിരിക്കുന്നത്. പക്ഷേ പൊതുവെയുള്ള അസസ്മെൻറ്റ്സ്, എക്സ്പേർട്സിൻ്റെ അസസ്മെൻറ്റ്സ് ഇതൊരു യുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന് തന്നെയാണ് ഇപ്പോഴല്ലെങ്കിൽ അടുത്ത്. കാരണം നെതന്യാഹു ഒട്ടും ഇത് വിട്ടുകൊടുക്കുന്നില്ലല്ലോ. പുള്ളി വീണ്ടും ഇത് തന്നെയാണ് പറഞ്ഞത്. പാർലമെൻറ്റിൽ ഇപ്പോൾ സെക്രട്ടറി ജനറൽ ഇറാനിൽ കയറിക്കൂടാന്ന് പറയുന്നത്, അങ്ങനൊരു സിറ്റുവേഷൻ ഇതുവരെ ലോകത്തുണ്ടായിട്ടില്ല. സെക്രട്ടറി ജനറലിൻ്റെ ജോലി പീസ് മേക്കിംഗ് അല്ലേ. അപ്പോൾ അദ്ദേഹത്തിനെ പേഴ്സണൽ നോൺ ഗ്രാറ്റായിട്ട് ഡിക്ലെയർ ചെയ്യുന്നതൊരു അസാമാന്യ പ്രവൃത്തിയാണ്. അപ്പോൾ അവർ കാണിക്കുന്നത് ഞങ്ങൾ ഏത് ലെവലിലും പോകും, ഞങ്ങളുടെ ഇത് താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ എന്നുള്ളതാണ്. അവർക്ക് സർവൈവലിൻ്റെ ക്വസ്റ്റ്യൻ ആണെന്നുള്ളതാണ്. അപ്പോൾ ഈ ലെബനോണിൽ ഇപ്പോൾ ആക്ച്വലി അവർ വാർ നടക്കുകയാണ്, ഗ്രൗണ്ടിൽ വാർ ബാറ്റിൽ നടക്കുക. അപ്പോൾ അത് ഇറാൻ്റെ ക്ലയൻ്റാണല്ലോ. അപ്പോൾ ലെബനിൽ നടക്കുന്ന എല്ലാത്തിനും, അപ്പോൾ ഹിസ്ബുള്ളയുടെ ലീഡറെ കൊന്നപ്പോഴും അത് ഇറാനെയാണ് ഏറ്റവും കൂടുതൽ ഹർട്ട് ചെയ്തത്. അപ്പോൾ ഹമാസും ഇതും മറ്റേ ലെബനോണിലുള്ള അവർ 2 ഗ്രൂപ്പും ഇറാൻ്റെ ക്ലയൻസാണ്. അപ്പോൾ അവർ 2 പേരെയാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇറാൻ ഇത്ര ഭയങ്കരമായിട്ട് നിൽക്കുന്നത്. പക്ഷേ ഇപ്പോഴൊന്നും ആരുടെ ഒരു പീസ് എഫേർട്ടൊന്നുമില്ല ഈ കാര്യത്തിൽ. കാരണം അതിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ കൂടുതലായിട്ട് വഷളാകും എന്നാണ് പൊതുവെയുള്ള അസസ്മെൻറ്റ്. പക്ഷേ എനിക്ക് തോന്നിയത് ഇസ്രായേൽ ഇമ്മീഡിയറ്റ് റിയാക്ട് ചെയ്യാത്തത് കൊണ്ടും അതിനെ വളരെ ലഘൂകരിച്ച് കാണിക്കുന്നതുകൊണ്ട് ഒരുപക്ഷെ അവർ ഒരു വലിയ യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ വിലയിരുത്താം. ഈ 3-ാം ലോക മഹായുദ്ധത്തിലേക്കുള്ള നയിക്കാനുള്ള സാഹചര്യം ഒഴിവാക്കാൻ ഉള്ള സാധ്യതയുണ്ടോ? അതുകൂടാതെ ഈ അമേരിക്കൻ തിരഞ്ഞെടുപ്പിന് ശേഷം എന്തെങ്കിലും മാറ്റം വരാൻ സാധ്യതയുണ്ട്? ഇല്ല, തിരഞ്ഞെടുപ്പിന് ശേഷം നമുക്ക് ഒന്നും അറിയില്ല. ട്രംപാണ് പ്രസിഡൻ്റ് ആണെങ്കിൽ ഇത് ടോട്ടലി അൺപ്രഡിക്റ്റബിൾ. എന്താണ് പുള്ളി പറയുന്നത്? ഇപ്പോഴെല്ലാവരോടും ഞാൻ പ്രസിഡൻ്റാണ്, യുദ്ധമെല്ലാം നിർത്തും എന്നാണ്. എങ്ങനെ നിർത്തും നമുക്കാർക്കും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നറിയില്ല. ഇപ്പോൾ അതേസമയത്ത് കമലാ ഹാരിസാണ് പ്രസിഡൻ്റെങ്കിൽ ഇതേ പോളിസി തന്നെ മുന്നോട്ട് പോകും. അമേരിക്കയെ മുഴുവനായിട്ട് അവർ സപ്പോർട്ട് ചെയ്യും. പക്ഷേ യുദ്ധത്തിലേക്കൊന്നും പോകാൻ സാധ്യതയില്ല. കാരണം ഡെമോക്രാറ്റിക് പാർട്ടി കുറച്ചും കൂടെ സോഫ്റ്റാണ്. അത് തന്നെയല്ല, ഇദ്ദേഹം ട്രംപ് റിപ്പബ്ലിക്കൻ എന്നുള്ളതല്ല, ഒരു ഫെനാറ്റിക്കാണ്, അൺപ്രഡിക്റ്റബിളാണെന്നുള്ളത് കൊണ്ടാണ് പ്രശ്നം. പക്ഷേ അദ്ദേഹം പ്രസിഡൻ്റ് ആകുകയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ വരുമെന്നാണ് പ്രതീക്ഷ. പക്ഷേ ഈ ലോകമഹായുദ്ധത്തിനും ആരും തയ്യാറാവുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ന്യൂക്ലിയർ യൂസ് ഉണ്ടായാൽ മാത്രമേ അത് വരുള്ളൂ. ഇപ്പോൾ ഇവിടെ ഇസ്രായേൽ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടെന്നാണ് വെയ്പ്പ്. പക്ഷേ അവർ അക്നോളജ് ചെയ്തിട്ടില്ല. അവർ പറയുന്നത് ഇവരുടെ ന്യൂക്ലിയർ വെപ്പൺ സ്റ്റോക്സിനെ അവർ അറ്റാക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ദാറ്റ് കുഡ് ലീഡ് ടു ഫോൾ ഔട്ട്, ന്യൂക്ലിയർ ഫോൾ ഔട്ട് ഉണ്ടാകാമല്ലോ. അവർക്ക് അവരുടെ അടുത്ത് എൻറിച്ച്ഡ് യുറേനിയം ഉണ്ട്. അപ്പോൾ എൻറിച്ച്ഡ് യുറേനിയം സ്റ്റോക്കാണ് അറ്റാക്ക് ചെയ്യുന്നതെങ്കിൽ ദർ വിൽ ബി എ ഫോൾ ഔട്ട്. അപ്പോൾ അത് ഒന്നും ഒരു തീർച്ചയല്ല. എല്ലാ അനലിസ്റ്റും നമ്മളിപ്പോൾ ദിവസവും അത് കേട്ടുകൊണ്ടിരിക്കുകയല്ല. ആർക്കും ഒരു വ്യക്തമായ രൂപമില്ല. കാരണം ഇവരുടെ എല്ലാം നേച്ചർ അതായതുകൊണ്ടാണ്. സോ അതുകൊണ്ട് കാത്തിരിക്കുക മാത്രമേ ഉള്ളൂ. ഇസ്രയേലിന് എത്ര കാലം ഇങ്ങനെ യുദ്ധവും കലഹവുമായി മുന്നോട്ട് പോകാൻ സാധിക്കും, എങ്ങനെ വിലയിരുത്തുന്നു? അല്ല, അവരുടെ നിശ്ചയദാർഢ്യം, അവർ എന്ത് ചേർത്തിട്ടും ജീവിക്കണം, സർവൈവൽ എന്നുള്ളതാണ് അവരുടേത്. അപ്പോൾ അതിനൊരു ലിമിറ്റൊന്നുമില്ല. തീർച്ചയായിട്ടും അവരുടെ സർവൈവലിനെ പറ്റി ഇപ്പോഴല്ലല്ലോ, സെഞ്ച്വറീസായിട്ട് ഒരു അവർ തന്നെ ഇപ്പം ഇവർക്ക് പാലസ്തീനുകൾക്ക് ഹോമില്ല എന്ന് പറയുന്നു. പക്ഷേ ഇസ്രായേലിന് എവിടെയാണ് ഹോം? അവരെ ഇങ്ങനെ കൊണ്ടുവന്നതല്ലേ. അപ്പം അവരുടേതും ഹോമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അവർ അതിനെ വലുതാക്കി ശക്തിപ്പെടുത്തി നിൽക്കുകയാണ്. പാലസ്തീൻ ഹോം ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ 2 കൂട്ടരും ഒരു കോംപ്രമൈസിന് തയ്യാറാകാത്ത ഒരു സിറ്റുവേഷനാണ് ഉള്ളത്. പക്ഷെ അതുകൊണ്ട് എന്തായിരിക്കും സംഭവിക്കുക എന്ന് പറയാൻ വലിയ പ്രയാസം തന്നെയാണ്. പക്ഷേ സംഗതി വഷളായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എന്നുള്ളത് തീർച്ചയാണ്. എസ് ജയശങ്കർ ഇപ്പോൾ പാകിസ്ഥാനിലേക്ക് സന്ദർശിക്കാൻ പോവുകയാണെന്നുള്ള വാർത്ത പുറത്തു വരുന്നുണ്ട്. ഇത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധത്തെ വരുന്ന ആളുകളിൽ ഏത് രീതിയിലായിരിക്കും സ്വാധീനിക്കുക? ഇല്ല, ടെക്നിക്കലി അദ്ദേഹത്തിൻ്റെ വിസിറ്റ് ഷാങ്ഹായ് കോർപ്പറേഷൻ്റെ മീറ്റിങ്ങിന് വേണ്ടിയിട്ടാണ്.
അപ്പോൾ അതുകൊണ്ട് പാകിസ്ഥാനുമായിട്ടൊരു മീറ്റിംഗ് ഉണ്ടാകണമെന്ന് തന്നെയില്ല. ദേ ആർ ജസ്റ്റ് ഹോസ്റ്റിംഗ്. അപ്പോൾ പുള്ളി പോയിരിക്കുന്നത് ഈ SCO ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ ഗസ്റ്റായിട്ടാണ്. അവരുടെ ഓർഗനൈസേഴ്സ് ആയിരിക്കും അദ്ദേഹത്തിന് നോക്കുന്നതൊക്കെ. പക്ഷേ പാകിസ്ഥാനുമായിട്ട് സംസാരിക്കാൻ സാധ്യത കുറവാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ലേറ്റസ്റ്റ് പ്രസംഗം ജനറൽ അസംബ്ലിയിൽ വളരെ ഹാർഷായിരുന്നല്ലോ പാകിസ്ഥാനെ പറ്റി. അപ്പോൾ അതുകൊണ്ട് അന്ന് പക്ഷേ അദ്ദേഹത്തിന് അറിയില്ലായിരിക്കും അദ്ദേഹം പോകാൻ പോകുന്നത് പാകിസ്ഥാനിലേക്ക്. അങ്ങനെയാണെങ്കിൽ ഇത്ര ഹാർഷായിട്ട് സംസാരിക്കില്ല. പക്ഷേ അത് തന്നെയാണ് മെയിൻ തീം വാസ് ഓൺലി ദാറ്റ് ജനറൽ അസംബ്ലി പ്രസംഗത്തിൽ. അതും വളരെ റിജക്റ്റ് ചെയ്തുകൊണ്ടാണ് സംസാരിച്ചത്. എനിക്ക് തോന്നുന്നത് ബയലാറ്ററൽ കോൺട്രാക്റ്റ് ഒന്നും കാണില്ല. അവരും ആവശ്യപ്പെടുകയില്ല, അദ്ദേഹവും ആവശ്യപ്പെടുകയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ പൊളൈറ്റ് കോൺവെർസേഷനൊക്കെ നടക്കും. കാരണം അവരും കൂടാണല്ലോ ഹോസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് മാറി നടക്കാൻ പറ്റില്ല, സംസാരിക്കണം. പക്ഷേ നമ്മളവരോട് ഈ ടെററിസം നിർത്തിയില്ലെങ്കിൽ സംസാരിക്കില്ല എന്നുള്ളൊരു പോളിസിയാണല്ലോ ഉള്ളത്. അതിൽ മാറ്റം വരുമെന്ന് തോന്നുന്നില്ല ഈ സന്ദർശനം കൊണ്ട്. ഇസ്രയേൽ ഇറാൻ വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാടൊരു പ്രധാന ചർച്ചാ വിഷയമാണ്. ഇരു രാജ്യങ്ങളും വേണ്ടപ്പെട്ട രാജ്യങ്ങളാണ്. ഇതിനെങ്ങനെ നോക്കിക്കാണും? നമ്മൾ ഒരു സ്റ്റെപ്പും കൂടെ ഇസ്രായേലിനോട് അടുത്തു. ഈ അടുത്ത ജനറൽ അസംബ്ലിയിലെ വോട്ടിൽ നമ്മളത് അബ്സ്റ്റെയിൻ ചെയ്തല്ലോ സീസ് ഫയറിന്. അത് എനിക്ക് തന്നെ അതിശയമായിട്ട് തോന്നി. സീസ് ഫയർ വേണ്ട നമ്മളെന്തിനാണ് പറയുന്നത്, അല്ലേ? അബ്സ്റ്റെയിൻ ചെയ്യുന്ന പറയുമ്പോൾ സീസ് ഫയറിന് നമ്മൾ സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ളതാണ്. അതിത്തിരി ഒരു അൺയൂഷ്വൽ ആൻഡ് ഇൻഎക്സ്പ്ലിക്കബിൾ. ലോകം മുഴുവൻ അതിനെപ്പറ്റി സംസാരിക്കുകയാണ്. വളരെ സിമ്പിളായിട്ടുള്ള റെസൊല്യൂഷനായിരുന്നു അത്. എല്ലാവരും വോട്ട് ചെയ്തു. അപ്പോൾ അത് ഇന്ത്യ അതിൽ വോട്ട് ചെയ്യാത്തത് ഇസ്രായേലിനോട് നമ്മൾ വീണ്ടും അടുക്കുകയാണെന്നൊരു സൂചനയാണ് നൽകിയിരിക്കുന്നത്. പക്ഷേ പോളിസിയിലൊന്നും മാറ്റമില്ല എന്നാണ് ഇപ്പോഴും പറയുന്നതെങ്കിലും പക്ഷേ അതൊരു അസാധാരണ സംഭവമായിരുന്നു.